അദ്വൈതാനുഭൂതിയിലെ ഇന്നത്തെ മന്ത്രം ആധ്യാത്മികത എത്രമാത്രം എളുപ്പമുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ആധ്യാത്മികതയാണ് ഈ ലോകത്ത് വെച്ച് നേടാവുന്നുള്ളതിൽ വെച്ച് ഏറ്റവും എളുപ്പമായ ആധ്യാത്മിക മാർഗം. എന്തുകൊണ്ട്? അത് നേടേണ്ടതായിട്ടുള്ളതേ അല്ല. എല്ലാവരുടെയും ഉള്ളിൽ അവരവരുടെ ഉണ്മയായിട്ടിരിക്കുന്ന ആ മഹാസത്യം ഇന്നതാണ് എന്നറിയുക മാത്രമേ വേണ്ടൂ. ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യമാണ് എന്നിലെ യഥാർത്ഥ ഞാൻ. പക്ഷെ നമ്മളെങ്ങനെ കഴിയുന്നത്? ഞാൻ കുട്ടപ്പനാണ്, ഗോപാലകൃഷ്ണനാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസൽമാനാണ്, നായരാണ്, ഈഴവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതല്ല നിങ്ങളെന്ന് പറയുന്നത് ഈ ശരീരത്തിനകത്ത് ഏതൊരു തത്വമില്ലെങ്കിൽ, ഏതൊരു സത്യമില്ലെങ്കിൽ, ഏതൊരു ഉണ്മയില്ലെങ്കിൽ, ഏതൊരു വസ്തുവില്ലെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പ് ഇല്ലാതാകുമോ ആ വസ്തുവാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം, നിങ്ങളിലെ യഥാർത്ഥ ഞാൻ എന്ന് തിരിച്ചറിവിലേക്കാണ് ഓരോരുത്തരും ഉണരേണ്ടതായിട്ടുള്ളത്. നമ്മളതാണ് നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് അറിയുന്ന നിമിഷം ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതിനെ കാണാതെ കാണണം. വൈദ്യുതിയെ കാണും പോലെ. വൈദ്യുതിയെ കാണാനൊക്കില്ല, പക്ഷേ ഫാൻ കറങ്ങുന്നതിലൂടെ നമുക്ക് വൈദ്യുതി ഉണ്ട് എന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ കറണ്ട് വന്നു എന്ന് പറയുന്നു. കാണാതെ ആ കറണ്ടിനെ കണ്ടതുപോലെ നാം പറയുന്നു. അതുപോലെ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് കാണാനൊക്കില്ല, പക്ഷേ നമുക്ക് അറിയാനൊക്കും. വൈദ്യുതിയെ അറിയുന്നത് പോലെ ഓരോരുത്തരും അവരവരുടെ ഉള്ളിലുള്ള ഉണ്മയെ തിരിച്ചറിഞ്ഞ് അതിൽ സദാ സ്ഥിതി നേടണം. തൻ്റെ പ്രജ്ഞ അതിൽ നിരന്തരമായിട്ട് സ്ഥിതി ചെയ്യണം. അങ്ങനെയുള്ളവനെ ആണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അതിൽ ആരുടെ പ്രജ്ഞയാണോ സ്ഥിരമായിരിക്കുന്നത് അവരെയാണ് സ്ഥിരപ്രജ്ഞൻ എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്, സ്ഥിതപ്രജ്ഞനായാലും സ്ഥിതപ്രജ്ഞനായാലും. 47-ാമത്തെ മന്ത്രത്തിൽ പറയുന്നു, ഹിത്വായം സ്വാപ്നികം ദേഹം ജാഗ്രദ്ദേഹം അപേക്ഷതേ ജാഗ്രദ്ദേഹ പ്രബുദ്ധോ അയം ഹിത്വാ ആത്മാനം യഥാ തഥാ. ഏതു പ്രകാരമാണോ സ്വപ്നദേഹത്തെ ഉപേക്ഷിച്ച് ജാഗ്രദ്ദേഹത്തെ പ്രാപിക്കുന്നത്, എല്ലാവരും അത് ചെയ്യുന്നുണ്ടല്ലോ. ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ, സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുന്ന അവസരത്തിൽ നിങ്ങൾ സൂക്ഷ്മ ശരീരത്തിലാണ്, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഉറക്കത്തിൽ നിന്നുണരുമ്പോൾ സ്വപ്നത്തിൽ നിന്നുണരുന്നു. സ്വപ്നത്തിൽ നിന്നുണർന്നു കഴിഞ്ഞാൽ സ്ഥൂലദേഹത്തിലേക്ക് മാറും എന്ന് പറഞ്ഞാൽ സ്ഥൂലദേഹം സ്വീകരിക്കുന്നു. സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും സൂക്ഷ്മദേഹത്തിലാണ്. അതിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ സൂക്ഷ്മദേഹം വിട്ടിട്ട് സ്ഥൂലദേഹത്തിലേക്ക് മാറുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്, ഹിത്വായം സ്വാപ്നികം ദേഹം. സ്വപ്നദേഹത്തെ ഉപേക്ഷിച്ചിട്ട് ജാഗ്രദ്ദേഹം അപേക്ഷതേ, ജാഗ്രദ്ദേഹത്തെ പ്രാപിക്കുന്നത് പോലെ ജാഗ്രദ്ദേഹ പ്രബുദ്ധോ അയം. ഈ ആത്മാവിനെ, ഈ ആത്മസത്യത്തെ, അവരവരുടെ ഉള്ളിലിരിക്കുന്ന അവരവരുടെ സ്വരൂപം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഉണർന്നാൽ, സ്വപ്നത്തിൽ നിന്നുണർന്നവൻ സ്വപ്നദേഹം വിട്ട് ജാഗ്രദ്ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ അജ്ഞാന നിദ്രയിൽ നിന്നുണർന്ന്, അജ്ഞാന നിദ്രയിലാണ് ഞാൻ കുട്ടപ്പനാണ്, ഗോപാലകൃഷ്ണനാണ്, ഈഴവനാണ്, നായരാണ്, ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, ഈ തരത്തിലുള്ള ഭാവങ്ങളുമൊക്കെ നാം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ഏതിലാണ്? അജ്ഞാന നിദ്രയിൽ. ആ അജ്ഞാന നിദ്രയിൽ നിന്ന് ഉണരുന്നത് എങ്ങനെയാണ്? ഇതൊന്നുമല്ല ഞാൻ,
ഞാൻ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. ജാഗ്രത അവസ്ഥയ്ക്ക് സാക്ഷി, സ്വപ്നാവസ്ഥയ്ക്ക് സാക്ഷി, സുഷുപ്തി അവസ്ഥയ്ക്ക് സാക്ഷി, ഈ ജന്മത്തിന് സാക്ഷി. ഇതപര്യന്തം ഏതെല്ലാം ജന്മങ്ങളിൽ കൂടി ഞാൻ കടന്നു വന്നിട്ടുണ്ടോ അതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് എന്നിലെ സദ്വസ്തു. ഛാന്തോഗ്യോപനിഷത്ത്, സാമവേദം അതിനെയാണ് ചൂണ്ടിക്കാണിച്ച് ഒരു മഹാവാക്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. തത് ത്വമസി, അതാണ് നീ. അതാണ് ഓരോരുത്തരും അറിയേണ്ടത്. ആ അറിവിലേക്കാണ് നമ്മുടെ പ്രജ്ഞ ഉണരേണ്ടത്, നമ്മുടെ ബോധം ഉണരേണ്ടത്. ഉണർന്നു കഴിഞ്ഞാൽ ആ ബോധത്തിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കുക. നിങ്ങൾ ഈഴവനായിട്ടോ നായരായിട്ടോ ബ്രാഹ്മണനായിട്ടോ ക്ഷത്രിയനായിട്ടോ വൈശ്യനായിട്ടോ ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ കാര്യങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബോധമുണ്ടായിരിക്കണം. എന്താ ബോധം? ഇതൊന്നുമല്ല ഞാൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ല. ഞാൻ എങ്ങനെയുള്ളയാളാണ്? നാമരൂപരഹിതം, ജാതി നീതി കുലഗോത്രദൂരകം, നാമരൂപ ഗുണദോഷവർജിതം, ദേശകാല വിഷയാതിവർത്തി യത് ബ്രഹ്മ. അമേരിക്കൻ പ്രസിഡൻ്റ് ആകാൻ പോകുന്ന ട്രംപിൻ്റെ ഉള്ളിലും, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന മോഡിയുടെ ഉള്ളിലും, നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും സർവചരാചരങ്ങളുടെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്ന ആ ഏകമായ വസ്തു, അതാണ് ഏകോ ദേവഃ. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി ചേത കേവലോ. കേവല സ്വരൂപം അതുമാത്രമേ ഉള്ളൂ, ഏകമായ വസ്തു. അതാണ് തൻ്റെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്നത്. അതിനെ പ്രാപിക്കുന്നതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതിനെ എങ്ങനെയാണ് പ്രാപിക്കാൻ കഴിയുന്നത്? ഈ അറിവിലേക്കുണർന്ന് അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് തൻ്റെ ശ്രദ്ധ അതുമായിട്ട് യോജിക്കണം. ദാറ്റ് ഈസ് കാൾഡ് യോഗ. അല്ല തലകുത്തി നിൽക്കുന്നതൊന്നുമല്ല യോഗ. അഭ്യാസങ്ങൾ കാണിക്കുന്നു, അതൊക്കെ വെറും അഭ്യാസങ്ങൾ മാത്രമാണ്. ഇതാണ് യോഗ. ജീവാത്മ പരമാത്മനോരൈക്യം യോഗ. തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ജീവാത്മാവ് തന്നെയാണ് സർവചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ആ പരമാത്മ ചൈതന്യം എന്നറിഞ്ഞ് നിൻ്റെ ശരീരത്തിനകത്തിരിക്കുന്ന ആ ശരീരിയാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ അറിവിലേക്ക് ഉണരുന്ന നിമിഷം നിങ്ങൾ എന്തായിത്തീരുന്നു? സർവവ്യാപിയായിത്തീരുന്നു. കാരണം അത് സർവവ്യാപിയാണ്, വേറൊന്നുമില്ല. ഇതങ്ങോട്ട് ഗ്രഹിച്ച് ഈ ഭാവത്തിലേക്ക് നിങ്ങൾ ഉണരാൻ സാധിച്ചാൽ അതാണ് അജ്ഞാന നിദ്രയിൽ നിന്നുള്ള ഉണരൽ. ഇതിനെന്താ പാട്? എന്തു പാട്? നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. സ്വാമി ഭയങ്കര കഷ്ടമാണ് സ്വാമി വീട്ടിൽ. അതൊക്കെ തീരും. ഉള്ള കഷ്ടത്തിൽ ഉള്ളതുമായിട്ട് ജീവിച്ചു കൊണ്ടുപോകണം. അതൊക്കെ കർമ്മഫലമായിട്ടാണ്. ഒരാൾ രാജകൊട്ടാരത്തിൽ ജനിച്ചിരിക്കുന്നതും ഒരാൾ ഒരു ചേരിയിൽ ജനിച്ചിരിക്കുന്നതും ഒക്കെ കർമ്മഫലാനുസാരം വന്ന് ഭവിച്ചതാണ്. അവിടെ സുഖമായിട്ട് ജീവിക്കുക. അവിടെ ആ ചേരിയിൽ ജീവിക്കുന്നവൻ, ഞാനെന്ന് പറയുന്നത് ഈ ചേരിയിൽ ജീവിക്കുന്ന കുട്ടപ്പനല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം, ആ സാക്ഷി ചൈതന്യമാണ് എന്ന് ബോധിക്കുന്നവൻ കൊട്ടാരത്തിൽ സുഖിമാനായിട്ട് കഴിയുന്ന ആ രാജാവിന് സമനായിട്ട് ഈ ചേരിയിലെ ആ ശരീരത്തിൽ അവൻ ജീവിക്കാൻ സാധിക്കും. അവനും ഇവനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കൊട്ടാരത്തിൽ ജീവിക്കുന്ന രാജാവിന് ഇതറിയാൻ സാധിച്ചിട്ടില്ല. ചേരിയിൽ കഴിയുന്ന അവൻ ഇതിനെ അറിഞ്ഞ് അതായിട്ട് ജീവിക്കുകയാണെങ്കിൽ കൊട്ടാരത്തിൽ കഴിയുന്ന രാജാവിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് ചേരിയിൽ കഴിയുന്ന ഇവൻ. അതുകൊണ്ട് നിങ്ങൾ എവിടെ ജീവിക്കുന്നു, ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു, അതൊക്കെ കർമ്മഫലാനുസാരം വന്നു ഭവിച്ചിട്ടുള്ളതാണ്.
അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മാറുന്നതാണ്. ഒരു സ്വീഡിഷ് നർത്തകി, നടി ഗ്രേറ്റ ഗാർബോ, അവൾ സ്വീഡനിൽ ഒരു ബാർബർ ഷാപ്പിൽ ജോലി ചെയ്യുകയാണ്. ജോലി എന്ന് പറയുന്നത് സോപ്പിടിയിലാണ്. സോപ്പിടൽ എന്ന് പറഞ്ഞപ്പോൾ ഷേവിങ്ങിന് വേറെ ആളുണ്ട്. പക്ഷേ ആളുകൾ ഇങ്ങനെ വന്ന് നിരന്നിരിക്കും. അപ്പോൾ അവിടുത്തെ രീതി അതായിരിക്കും. കാരണം ഒരാളിങ്ങനെ സോപ്പ് തേച്ച് കൊടുത്തുകൊണ്ടിരിക്കും, അടുത്ത ആൾ ഷേവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഉള്ള രീതി ആയിരിക്കും. അപ്പോൾ ഈ സ്ത്രീയുടെ ജോലി സോപ്പിടിയിൽ മാത്രമാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു അമേരിക്കൻ ഡയറക്ടർ, ഫിലിം ഡയറക്ടർ ആ ബാർബർ ഷാപ്പിൽ ഷേവ് ചെയ്യുന്നതിന് വേണ്ടി വന്നു. ഈ പെൺകുട്ടി ആ ഡയറക്ടറുടെ മുമ്പിൽ ചെന്ന് സോപ്പിട്ടുകൊണ്ടിരുന്ന അവസരത്തിൽ ആ ഡയറക്ടർ തൻ്റെ മുമ്പിലിരിക്കുന്ന കണ്ണാടിയിലേക്ക് ഈ കുട്ടിയുടെ പ്രതിബിംബം കണ്ടപ്പോൾ അയാൾ അറിയാതെ പറഞ്ഞുപോയി, ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ, ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതുവരെ അവൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. താൻ ഒരു സുന്ദരിയാണെന്ന് ചിന്തിച്ചിട്ടേയില്ല. തൻ്റെ രൂപത്തെക്കുറിച്ച് അവൾ ശ്രദ്ധിച്ചിട്ടേയില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് തന്നെ പെട്ടെന്നൊരു തോന്നലുണ്ടായി, ഞാൻ സുന്ദരിയാണ്. അദ്ദേഹം അവളെ അന്ന് തന്നെ ഷേവിങ് കഴിഞ്ഞ് അവളെയും കൊണ്ടങ്ങ് പോയി. സ്വീഡനിലെ ഏറ്റവും വലിയ നടിയായി തീർന്നു ആ പെൺകുട്ടി. ആ കുട്ടിയുടെ പേരാണ് ഗ്രേറ്റ ഗാർബോ. അപ്പോൾ ആ ഒരൊറ്റ വാക്ക്, ഹൗ ബ്യൂട്ടിഫുൾ, അദ്ദേഹത്തിന് ആ സിനിമാറ്റിക് സെൻസ് അനുസരിച്ച് ആ കുട്ടിയെ കണ്ടു, മനസ്സിലാക്കി. ഉടനെ തന്നെ സിനിമയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സ്വീഡനിലെ ഏറ്റവും വലിയ നർത്തകിയായിട്ട് മാറുകയും ചെയ്തു. അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത് എന്ന് കേട്ട് ബോധിച്ച് ആ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഉണരുകയാണെങ്കിൽ അത് മാത്രം മതി. ഫിനിഷ്ഡ്. ഇത് 72ാമത്തെ പ്രഭാഷണമാണ്. ഇവിടെ ഇത് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ആരെങ്കിലും ഉണർന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതൊന്നും ചോദിക്കുന്നില്ല. ആർക്ക് വേണമെങ്കിലും ഉണരാം, ഒരു തടസ്സവുമില്ല. ഈ കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണരാം. ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, ബോധ്യപ്പെടാൻ എന്താ തടസ്സം? ഞാൻ ഇതല്ല, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദുർഗാനന്ദ സരസ്വതിയാണെന്നുള്ള അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത് എങ്കിൽ 0, ഒരു മാർക്കുമില്ല. ഞാൻ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ ശുദ്ധ സ്വരൂപം, എങ്ങും നിറഞ്ഞിരിക്കുന്ന എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യം, ആ ആത്മചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് മനസ്സിലാക്കി ഞാൻ അതായിട്ടിരിക്കുന്നില്ലെങ്കിൽ ഈ താടി കൊണ്ടും കാഷായം കൊണ്ടും രുദ്രാക്ഷം കൊണ്ടും കിട്ടുന്ന മാർക്ക് 0. എന്നാൽ ഇത് കേട്ടുകൊണ്ട് കുടുംബത്തിൽ സർവ്വ പ്രാരബ്ധങ്ങളുടെയും നടുവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവൻ, ആ ഏതൊരാളാണോ, ആണായാലും പെണ്ണായാലും സ്ത്രീ ആയാലും പുരുഷനായാലും, ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം, ആ സാക്ഷി സ്വരൂപം, ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ യഥാർത്ഥ ഞാൻ, അതാണ് എന്നിലെ താൻ എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തൻ്റെ ശ്രദ്ധയെ ആരാണോ സദാ നിലനിർത്തുന്നത്, അയാൾ ഗൃഹസ്ഥനായാലും അയാൾ ഏതൊരു ശങ്കരാചാര്യ സ്വാമികളുടെ നിലയെ പോലെ തന്നെയാണ്. ശങ്കരാചാര്യസ്വാമികൾ ഇതറിയുന്നില്ലെങ്കിൽ അദ്ദേഹവും 0യാണ്. ശങ്കരാചാര്യ പദവിയിൽ ഏതൊരാളും പലതരത്തിലൊക്കെയാണ് വന്ന് ഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ നിലയിൽ ആണ് എന്നൊന്നും കരുതണ്ട.
ഇതവരെയൊന്നും കുറച്ച് കാണിക്കുകയല്ല. ഇതറിയുന്നില്ലെങ്കിൽ സർവചരാചരങ്ങളിൽ കൂടിയും വ്യാപിച്ചിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപത്തെ അറിഞ്ഞ് അതായിട്ടിരിക്കുന്നില്ലെങ്കിൽ ക്യാബലം, വേഷം കെട്ടി നടക്കാനേ ഒക്കൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കുടുംബത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അറിവ് നിങ്ങൾ പകർന്നു കൊടുക്കണം. നിങ്ങളുടെ കൂടെയുള്ള സർവ്വ ആളുകൾക്കും പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുക്കാൻ എന്താ പാട്? ഒന്നും കാണാതെ പഠിക്കണ്ടല്ലോ. ഒന്നും കാണാതെ പഠിക്കാൻ പറയുന്നില്ല. ഉപനിഷത്തിൽ പഠിക്കണം, ഉപനിഷത്ത് കാണാതെ പഠിക്കണം. സ്വാമി ഒരു മന്ത്രം അറിഞ്ഞോളൂ, ഒരു മന്ത്രവും അറിയണ്ട. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഞാനെന്ന് പറയുന്നത് ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, ജാഗ്രത അവസ്ഥയ്ക്ക് സാക്ഷി, സ്വപ്നാവസ്ഥയ്ക്ക് സാക്ഷി, സുഷുപ്തി അവസ്ഥയ്ക്ക് സാക്ഷി, ആ സാക്ഷി ചൈതന്യമാണ്. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും എന്നിൽ ഉണർവോടുകൂടി ഈ ശരീരത്തിന് സാക്ഷിയായിരിക്കുന്ന, ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ. അതിനെ നമ്മൾ ഇത്തിരി ബഹുമാനം കൂട്ടി പറയുകയാണ് എന്നിലെ താൻ. അതാണ് ഞാൻ എപ്പോഴും ഞാനും താനും എന്ന് പറയുന്നത്. ഞാനെന്ന് പറയുന്നത് ലിമിറ്റഡായി നാമരൂപധാരിയായിട്ടിരിക്കുന്നു. കർത്തൃത്വാഭിമാനിയായിട്ടും ഭോക്തൃത്വാഭിമാനിയായിട്ടും കഴിയുന്ന ഞാനിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നിലയിലാണ് നിങ്ങൾ മരിക്കുന്നത് എങ്കിൽ എപ്പോഴും ഓർത്തോളൂ, മരണം പിന്നാലെയുണ്ട്. ഏത് നിമിഷത്തിലും മരിക്കാം. കൊറിയയിലേക്ക് പോകാൻ വേണ്ടി എയറോഡ്രാമിൽ നിന്ന് തിരിച്ച പ്ലെയിൻ എയറോഡ്രാമിൽ നിന്ന് ഉയരുന്നതിന് മുൻപ് തന്നെ പക്ഷി ഇടിച്ച് എയറോഡ്രാമിൽ വെച്ച് കത്തി 179 പേർ, അതിനകത്തുണ്ടായിരുന്ന 2 സ്ത്രീകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കരിഞ്ഞുപോയി, ഭസ്മമായിപ്പോയി. അതുകൊണ്ട് എവിടെ വച്ചും ആർക്കും എന്തും സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുന്നതിന് മുൻപ് ഈ അറിവിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഉദ്ധരിപ്പിച്ചില്ലെങ്കിൽ, ഭഗവത്ഗീത അതാണ് ആവശ്യപ്പെടുന്നത്. ഈ അറിവിലേക്ക് ഉണരാൻ വേണ്ടിയല്ല ആളുകൾ ശ്രമിക്കുന്നത്. ഇവിടെ എന്തോന്നാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉടുപ്പിട്ടുകൊണ്ട് അമ്പലത്തിൽ കയറണം, തുണിയിട്ടുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പാടില്ല. ഈ തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ഇവിടെ വാഗ്വാദങ്ങൾ നടക്കുന്നത്. ഉടുപ്പിടാതെ അമ്പലത്തിൽ കയറണം എന്ന് പറയുന്നത് അതൊരു ശാസ്ത്രീയമായ തത്വമാണ്. അത് ബ്രാഹ്മണന്മാരുടെ അകത്ത് കയറുന്നവൻ ബ്രാഹ്മണനാണോ ആ പൂണുനൂല് കാണാൻ വേണ്ടി എന്നൊക്കെ ആളുകൾ പറയുന്നു. അതൊക്കെ കള്ളമാണ്. അതൊക്കെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി പറയുന്നത് മാത്രമാണ്. എന്തിനാ ഉടുപ്പ് ധരിക്കാതെ അമ്പലത്തിൽ കയറണമെന്ന് പറയുന്നത്? അമ്പലത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ദീപങ്ങൾ നെയ്ത്തിരി കൊണ്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്, നല്ലെണ്ണയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നെയ്യിൽ കത്തുന്ന ആ ദീപജ്വാലയിൽ നിന്ന് ഉണ്ടാകുന്ന ആ ചൂട്, നല്ലെണ്ണയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ദീപത്തിൽ നിന്നുണ്ടാകുന്ന ചൂട്, അതിൽ കൂടി കടന്നു വരുന്ന കാറ്റ്, നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യവും ഉന്മേഷവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഉടുപ്പിടാതെ അകത്ത് കയറണം എന്ന് പറയുന്നത്. എന്താ നല്ലതല്ലേ? സ്ത്രീകൾക്ക് ജമ്പറും ഇടാതെ കയറാനൊക്കാത്തത് കൊണ്ട് അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ കയറാൻ സാധിക്കുമെങ്കിൽ കയറിക്കോളൂ, നല്ലതാണ്. പക്ഷേ അങ്ങനെ കയറാനൊക്കെ ഇല്ലല്ലോ, നമ്മുടെ സംസ്കാരം അനുവദിക്കുന്നില്ല. പുരുഷന്മാർക്ക് ആ മഹാഭാഗ്യം കിട്ടിയിരിക്കുന്നു. ഇത് ആ സമയത്ത് ആ ചൂടേറ്റ കാറ്റേറ്റ് അത്രയും സമയം അമ്പലത്തിനകത്തു നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ഉന്മേഷം എത്രയാണെന്ന് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാവൂ. അമ്പലത്തിനകത്ത് കയറാതെ പുറത്തു നിന്നുകൊണ്ട് അമ്പലത്തിൽ ഉടുപ്പിട്ടുകൊണ്ട് കയറാൻ അനുവദിക്കണമെന്ന് ഇൻക്ലാബ് വിളിക്കുന്ന ആൾക്കാരെ അല്ല ശ്രദ്ധിക്കേണ്ടത്. അവരമ്പലത്തിൽ കയറാറില്ല, അതിൻ്റെ ഗുണമെന്താണെന്നറിയില്ല.
ഇത് ശാസ്ത്രീയമായ വീക്ഷണത്തോടുകൂടി നിലനിർത്തിയിരിക്കുന്ന ഒരു ശീലമാണ്. ഇത് ആചാരമൊന്നുമല്ല, ഒരു ശീലമാണ്. അത് വളരെ നല്ലതാണ്. അത് തുടരുക തന്നെ വേണം. അത് ആരോഗ്യപ്രദമാണ്, ഉന്മേഷദായകമാണ്. ഒരുത്തരെയും കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല, അത് വളരെ നല്ലതാണ്. അതിനെക്കുറിച്ചുള്ള ചിന്തയൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വിഷയവും അതല്ല. നമ്മുടെ വിഷയം ആ സാക്ഷി ചൈതന്യം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം യപശ്യതി സപശ്യതി. നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ അനശ്വര വസ്തു, ഈ ശരീരം നശിച്ചാലും ഇതിനകത്തിരിക്കുന്ന ആ ചൈതന്യം, അനശ്വര വസ്തു ഈ ശരീരം വിട്ടുപോകുന്നു. ശരീരം വിട്ടുപോയി വിജ്ഞാനമയ കോശത്തിലും ആനന്ദമയ കോശത്തിൽ കൂടിയും സഞ്ചരിച്ച് അടുത്ത ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇനി അടുത്ത ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കണമെങ്കിൽ ഈ ശരീരത്തിൽ വെച്ച്, ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയുന്നതിന് മുൻപ് ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഈ അറിവിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശ്രദ്ധയെ ഉണർത്തുകയാണെങ്കിൽ, അജ്ഞാന നിദ്രയിൽ നിന്ന് നിങ്ങൾ ഉണരുകയാണെങ്കിൽ, ആ ആത്മചൈതന്യത്തിലേക്ക് ഉണരുകയാണെങ്കിൽ എന്താ ഫലം? മരണസമയത്ത് ഈ ശരീരം വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. എന്തുകൊണ്ടാണ് പോകാത്തത്? ശരീരത്തിൽ വെച്ച് തന്നെ ഏതൊന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിത്തീരുമോ, ആ വസ്തുവിനെ അറിഞ്ഞ് അതുമായിട്ട് യോജിച്ചു. ദാറ്റ് ഈസ് കാൾഡ് യോഗ. ശരീരത്തിനകത്ത് വെച്ച് തന്നെ യോഗം സംഭവിച്ചു. ഏതൊന്നുമായിട്ടാണോ യോജിക്കേണ്ടതായിട്ടുള്ളത് അതുമായിട്ട് യോജിച്ചു കഴിഞ്ഞു. എങ്ങനെ? യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ. ആരാ വിദ്വാൻ? ഇതാ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് ശ്രവണത്തിലൂടെ അറിഞ്ഞ്, അതാണ് എപ്പോഴും പറയുന്നത്, ശ്രവണം തു ഗുരോഹപൂർവം. ആദ്യം ശ്രവണം. ശുകരകസ്യോപനിഷത്ത്. ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം. നിരന്തര വിചാരത്തിലൂടെ എപ്പോഴും ഞാനിതല്ല ഇതിനകത്തിരിക്കുന്നത്. ആ സാക്ഷി ചൈതന്യം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിൽ ഉണർവോടുകൂടിയിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. ഈ ജന്മത്തിനും സാക്ഷി. ഇതപര്യന്തം ഞാൻ ഏതെല്ലാം ജന്മങ്ങളിൽ കൂടി കടന്നു വന്നിട്ടുണ്ടോ എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. ഞാൻ മരിച്ചാൽ ഈ ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്ന ആ സാക്ഷി ചൈതന്യം. അങ്ങനെ മരിച്ച് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ അവസരമുണ്ടാക്കി കൊടുക്കാതിരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ആ സാക്ഷി ചൈതന്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ സാക്ഷി ചൈതന്യവുമായിട്ട് യോജിക്കണം. അതാണ് നദി സമുദ്രവുമായിട്ട് യോജിക്കുന്നത് പോലെ എന്ന ഉദാഹരണം പറഞ്ഞത്. യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാത് വിമുക്തഃ പരാത് പരം ഉപൈതി ദിവ്യം. നദി സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുമ്പോൾ, ഗംഗാനദി സമുദ്രവുമായിട്ട് യോജിക്കുന്ന സമയത്ത് ആ ഗംഗാനദി എന്നുള്ള പേരും ആ ഗംഗാനദിയുടെ ശുദ്ധ സ്വഭാവവും വെടിഞ്ഞ് സമുദ്രവുമായിട്ട് ചേർന്ന് സമുദ്രാകാരമായിട്ട് തീരുന്നു. പിന്നെ ആ ഗംഗാനദി പുനർജനിക്കുകയില്ല. അതുപോലെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏതൊരാളാണോ ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ നായരോ ഈഴവനോ ഒന്നുമല്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞ സമയത്ത് എന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഇറക്കി വിട്ടു. ജാതി പറഞ്ഞു, സ്വാമി ജാതി പറഞ്ഞു. ഒന്നല്ല 3 പ്രാവശ്യം പറഞ്ഞു. 3000 പ്രാവശ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, സന്യാസവേഷധാരിയായിരുന്നാൽ ഇരുന്നിട്ടും അവരുടെ അറിവ്
ഇത് കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല. അപ്പം അവരുടെ അറിവ് ആ നിലയിലോളം മാത്രമേ വളർന്നിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആണായാലും പെണ്ണായാലും, ബുദ്ധൻ സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കില്ല എന്ന് പറഞ്ഞു ബുദ്ധമതത്തിൽ. ജൈനമതത്തിൽ സ്ത്രീകൾക്ക് മോക്ഷം കിട്ടുകയില്ല എന്നാണ് വയ്പ്പ്. അതൊക്കെ തെറ്റായ നിഗമനങ്ങളാണ്, അറിവുകളാണ്. ഇവിടെ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ സർവ്വ ആളുകൾക്കും ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ബോധിച്ച് ആ ബോധനിലയിലേക്ക് തൻ്റെ ശ്രദ്ധയെ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ എന്താ തടസ്സം? ആരെങ്കിലും പറയൂ, എന്താ തടസ്സം? ഒരു തടസ്സവുമില്ല. ഒരു തടസ്സവുമില്ലെങ്കിൽ സർവ്വ സ്ത്രീകൾക്കും മോക്ഷപ്രാപ്തിക്ക് അർഹതയുണ്ട്. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. അത് യോഗിയായാലും ശരി, ഭോഗിയായാലും ശരി, രോഗിയായാലും ശരി, ഏതൊരാളാണോ ഈ അറിയേണ്ട കാര്യത്തെ ശ്രദ്ധാപൂർവം അറിയുന്നത്, അവൻ അല്ലെങ്കിൽ അവൾ ഈ ശരീരത്തിൽ നിന്ന് ജീവൻ വെടിയുന്നതിന് മുൻപ് ആ അറിവിൽ സ്ഥിരത നേടുകയാണെങ്കിൽ മാത്രം, സ്ഥിരത നേടണം, സ്ഥിരപ്രജ്ഞനായിരിക്കണം. പഞ്ചദശിയിൽ വിദ്യാരണ്യസ്വാമികൾ പറയും, തത് ചിന്തനം തത് കഥനം അന്യോന്യം തത് പ്രബോധനം ഏതദേകപരത്വം ച ബ്രഹ്മാഭ്യാസം വിദുഹു. ബ്രഹ്മാഭ്യാസം എന്താ? ബ്രഹ്മാഭ്യാസം ഈ കേട്ടുകൊണ്ടിരുന്നത് എന്താണ്? ബ്രഹ്മജ്ഞാനം. നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മജ്ഞാനം. ആ ബ്രഹ്മജ്ഞാനം എങ്ങനെ സ്ഥിരമായിട്ട് നിലനിർത്തേണ്ടത്? നിങ്ങളോ ഇഷ്ടപ്പെട്ട ആളുകളോട് ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ വീട്ടിലെ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ മല്ലമ്പിള്ള ആന കുത്തിക്കൊല്ലുന്ന കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഈ തത്വം അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ കൂട്ടുകാരികളോടും നിങ്ങളുടെ വീട്ടിലുള്ളവരോടുമെല്ലാം ഈ കഥ പറഞ്ഞു കൊടുക്കുക. അതാണ് തത് ചിന്തനം തത് കഥനം അന്യോന്യം തത് പ്രബോധനം. മറ്റുള്ളവരോടൊക്കെ ഇത് പറഞ്ഞ് സ്വയം പഠിക്കുകയും. എനിക്ക് ഈ ആധ്യാത്മികതയിൽ ഇത്രയും ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നിരന്തരമായ സത്സംഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിരന്തരം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. നിരന്തരം സ്വാധ്യായം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം വിശ്രമമില്ല. ഈ ജീവിതത്തിൽ ഇതുവരെയും വിശ്രമം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സദാസമയത്തും ഞാൻ ജോലിയിലാണ്, ഇതിനെക്കുറിച്ച് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് തത് ചിന്തനം തത് കഥനം. ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥനമാണ്. അന്യോന്യം തത് പ്രബോധനം. നിങ്ങളോടും പറയുന്നത് പരസ്പരം ഇത് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആളുകളെ. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ അറിവ് കൂടുതൽ ഉറയ്ക്കുകയും ചെയ്യും. തട്ടിപ്പോകുന്നതിന് മുൻപ്, പിടിവിട്ടു പോകുന്നതിന് മുൻപ്, ഏത് സമയത്തും പിടിവിട്ടു പോകാം. ആ പിടിവിട്ടു പോകുന്നതിന് മുൻപ് ഈ അറിവിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഉയർത്തണം. വേറെ ആർക്കും നിങ്ങളെ ഉയർത്താൻ കഴിയില്ല. ഉദ്ധരേത് ആത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉയർത്തണം. വേറെ ആർക്കും നിങ്ങളുടെ ഉള്ളിൽ കയറി ഏണി വച്ച് ഇറങ്ങി നിങ്ങളെ പൊക്കാനൊക്കുകയില്ല. അല്ലെങ്കിൽ അതിൻ്റെ വേറെ എന്തൊന്ന് പൊക്കുന്ന മെഷീനുണ്ടല്ലോ, JCB, അത് വെച്ച് ഉയർത്താനൊന്നും ഒക്കുകയില്ല. തിരിച്ചറിവിലൂടെ ഓരോരുത്തർക്കും നിസ്സാരമായിട്ട് ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. അപ്പോൾ അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് കേട്ട് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കാം. അങ്ങനെയുള്ള ജീവിതം. ഞാൻ ഈ ശരീരമേ അല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ പറയുന്നത് എന്താണ്?
നമേ ദേഹേന സംബന്ധോ, നമേ ദേഹേന സംബന്ധോ. എനിക്ക് ഈ ദേഹവുമായിട്ട് യാതൊരു സംബന്ധവുമില്ല. മേഘേനൈവ വിഹായസഹ, ആകാശത്തിന് ഏതു പ്രകാരമാണോ മേഘങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതിരിക്കുന്നത് ഉണ്ടോ? ആകാശത്തിൽ സഞ്ചരിക്കുന്ന മേഘങ്ങൾക്ക് ആകാശവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആകാശമനന്തം. ആ ആകാശത്തിലെ മേഘങ്ങളുമായിട്ട് ആകാശത്തിന് യാതൊരു ബന്ധവുമില്ലാതിരിക്കുന്നത് പോലെ സത്സംഗത്തിലൂടെ കേട്ട് 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 ഞാൻ അറിഞ്ഞിരിക്കുന്നു, ഈ ശരീരമല്ല ഞാൻ, ശരീരത്തിനകത്തിരിക്കുന്ന ശരീരി. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നമേ ദേഹോ നമേ ദേഹേന സംബന്ധോ മേഘേനൈവ വിഹായസഹ അതോ മേ കുതോ തദ്ധർമ്മ, അതോ മേ കുതോ തദ്ധർമ്മ. ആ ശരീരത്തിൻ്റെ ധർമ്മങ്ങൾ എന്നെ ബാധിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ശരീരമേ അല്ല എന്നറിഞ്ഞു കഴിഞ്ഞു. ഐ എം നോട്ട് ദിസ് ബോഡി. പിന്നെ ആരാ ഞാൻ? ശരീരി. The self within the body. I am that Atma Chaitanya, ആ സാക്ഷി ചൈതന്യ. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് അതിനെ കണ്ടാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന മുറട്ട് പിടിക്കാനാണ് നിങ്ങൾ ഭാവമെങ്കിൽ നീ സലാം വെച്ച് പോകണം. വേണ്ട, നീ ഇതിന് യോഗ്യനല്ല. അല്ലേ? കറണ്ടിനെ കണ്ടാലേ ഞാൻ കറണ്ടുണ്ട് എന്ന് വിശ്വസിക്കൂ എന്ന് പറയുന്നവനെ അവിടുന്ന് ഇറക്കി വിടുക, അല്ലാതെ വേറെ എന്താ മാർഗം? അല്ലെങ്കിൽ അവനോട് പറയണം, നീ ഒന്ന് പിടിച്ചു നോക്കടേ, അതിൽ ഒരു വയറ് കൊടുത്തിട്ട് ആ കറണ്ടിലൊന്ന് പിടിച്ചു നോക്കാൻ പറഞ്ഞാൽ അവന് മനസ്സിലാവും. അല്ലേ? അതുപോലെ അതിനെ കാണാനൊക്കില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ മഹാസത്യം, ആ സച്ചിദാനന്ദ സ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ആ ബോധത്തിൽ നിന്നുകൊണ്ട് ഏതൊരാളാണോ സർവകർമ്മങ്ങളിലും വ്യാപരിക്കുന്നത്, സർവകർമ്മങ്ങളിലും വ്യാപരിക്കാൻ യാതൊരു സംശയവുമില്ല. അതിന് വേണ്ടത് ജ്ഞാനനേത്രം. വരാഹോപനിഷത്തിൽ യജുർവേദത്തിൽ പറയുന്ന ഒരു മന്ത്രം, സർവകം സച്ചിദാത്മാനം ജ്ഞാനചക്ഷുർ നിരീക്ഷ്യതേ. സർവകം സച്ചിദാത്മാനം, സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സച്ചിദാത്മാവ്, സച്ചിദാനന്ദം, ആ പരമാത്മ ചൈതന്യം, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ പരമാത്മ ചൈതന്യം ഏതുപോലെ? സൂത്രേ മണിഗണായിവ, അനവധി മുത്തുകളെ കോർത്തിണക്കിക്കൊണ്ട് ഏതു പ്രകാരമാണോ ഒരു ചരട് ആ മുത്തുമണികൾക്ക് നടുവിലൂടെ കടന്നു പോകുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് കടന്നു പോകുന്ന ആ ബ്രഹ്മമാകുന്ന സൂത്രം, ബ്രഹ്മസൂത്രം. അതുകൊണ്ടാണ് ഈ ഉപനിഷത്തുകളിലുണ്ടാകുന്ന സർവ്വ സംശയങ്ങളെയും തീർക്കുന്നതിന് വേണ്ടിയിട്ട് വേദവ്യാസൻ എഴുതിയ പുസ്തകത്തിന് ബ്രഹ്മസൂത്രം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ബ്രഹ്മമാകുന്ന സൂത്രം, ബ്രഹ്മസൂത്രം. ആ ബ്രഹ്മമാകുന്ന സൂത്രമാണ് നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന അറിയേണ്ടതായിട്ടുള്ള ആ പരമസത്യം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് സർവകർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താ വേണ്ടത്? സർവകം സച്ചിദാത്മാനം ജ്ഞാനചക്ഷുർ നിരീക്ഷ്യതേ അജ്ഞാനചക്ഷുർ ന ഈക്ഷതേ ഭാസ്വന്തം ഭാനും അന്ധവത്. എന്നാൽ
സൂര്യൻ സർവത്ര പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ സൂര്യനെ ഏതു പ്രകാരമാണോ ഒരന്ധന് കാണാൻ കഴിയാത്തതുപോലെ ഈ അറിവിലേക്ക് ഉണരാൻ കഴിയുമെങ്കിലും ഉണരാതെ മുറട്ട് പിടിപിടിച്ച് കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുരടന്മാർ ഏത് പ്രകാരമാണ്? അന്ധന്മാരെ പോലെയാണ്. സൂര്യൻ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ സൂര്യനെ അവർ നോക്കുന്നില്ല, തിരിഞ്ഞു നിൽക്കുന്നു. സൂര്യനെ കാണണമെങ്കിൽ അഭിമുഖമായിട്ട് നിൽക്കണം, സൂര്യൻ്റെ നേർക്ക് തിരിഞ്ഞ് നിൽക്കണം, നോക്കണം. അതുകൊണ്ട് ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ പരമസത്യത്തെ കാണുന്നവൻ അവനെയാണ് ജ്ഞാനദൃഷ്ടിയുള്ളവൻ, ജ്ഞാനചക്ഷുസ് എന്ന് പറയുന്നത്. ജ്ഞാനനേത്രം സമാദായ, ആ ജ്ഞാനനേത്രത്തെ പ്രാപിച്ചിട്ട് സ്വീകരിച്ചിട്ട് അതിനെ കാണാതെ കാണണം. അതാണ് നേരത്തെ പറഞ്ഞത്, എന്താ? യപശ്യതി സപശ്യതി. ഏതൊരാളാണോ ആ കാണാത്ത വസ്തുവിനെ മനക്കണ്ണുകൊണ്ട് കാണുന്നത്, യെസ്, എൻ്റെ ഉള്ളിൽ കൂടിയും അവൻ്റെ ഉള്ളിൽ കൂടിയും ഓരോ മരണം നടക്കുമ്പോഴും നിങ്ങൾ മനസ്സുകൊണ്ട് ഓർക്കണം, ഓ, ആ ശരീരത്തിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം അജ്ഞാനവുമായിട്ട് കൂടിച്ചേർന്ന് ആ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്നു. അജ്ഞാനത്തോടൊപ്പം ചേർന്നാണ് പിരിയുന്നത്. പിരിയാതിരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ജീവിച്ചിരിക്കുമ്പോൾ ആ അജ്ഞാനം ഒഴിയണം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജ്ഞാനം. എന്താ ജ്ഞാനം? നിസ്സാരം. ഈ വേദത്തിലെ മന്ത്രങ്ങളോ ഭഗവത്ഗീതയിലെ മന്ത്രങ്ങളോ കാണാതെ പഠിക്കുന്നതല്ല. എന്നാൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മാത്രമാണ്, ഇതിനെ മാത്രമാണ്. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. എന്താ? വരാഹോപനിഷത്തിലുള്ള മന്ത്രമാണിപ്പോൾ പറഞ്ഞത്. സർവകം സച്ചിദാത്മാനം ജ്ഞാനചക്ഷുർ നിരീക്ഷ്യതേ അജ്ഞാനചക്ഷുർ ന ഈക്ഷതേ ഭാസ്വന്തം ഭാനുമന്ദവത്. വരാഹോപനിഷത്ത് പഠിക്കുന്ന അവസരത്തിൽ, ഈ മന്ത്രത്തിൽ കൂടെ കടന്നു പോകുന്ന അവസരത്തിൽ, അത് ശ്രദ്ധാപൂർവം ഒരു ഗുരു നിങ്ങളെ ഉപദേശിച്ച് തരുന്ന അവസരത്തിൽ നിങ്ങൾക്ക് അതിനെ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൻ്റെ അർത്ഥം ശരിക്കും ഗ്രഹിക്കുന്ന അവസരത്തിൽ ആ ഗ്രഹിച്ച വസ്തു തന്നിൽ താനായിരിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അവിടെ മന്ത്രം കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, ആ തിരിച്ചറിവ് മാത്രം മതി. ഐ എം ദാറ്റ്. അതാണ് സാമവേദത്തെ മുഴുവനും അരച്ച് കലക്കി ഒരു മഹാവാക്യമായിട്ട് തന്നിരിക്കുന്നത്, തത് ത്വമസി. ഇങ്ങനെ 4 വേദങ്ങളിൽ 4 മഹാവാക്യങ്ങളുണ്ട്. ആ 4 മഹാവാക്യങ്ങളുടെ അന്തരാർത്ഥം എന്താണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജ്ഞാനയജ്ഞമാണ് ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ജന്മദിനവും ചരമദിനവും ചേർന്ന് വരുന്ന ആ ഫെബ്രുവരി 4, 5 തീയതികളിൽ അഭേദാശ്രമത്തിൽ വെച്ച് വൈകുന്നേരം 6 മുതൽ 7:30 വരെ 2 ദിവസം ജ്ഞാനയജ്ഞം ഉണ്ടാകും. അവിടെയും ഇതുമാത്രമായിരിക്കും വിഷയം. എന്താ 4 മഹാവാക്യങ്ങൾ? തത് ത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. ഈ 4 മന്ത്രങ്ങൾക്ക് അകത്ത് അടങ്ങിയിരിക്കുന്ന സത്യം അത് മുഴുവനും നിങ്ങളെക്കുറിച്ചുള്ളതാണ്. ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങളെക്കുറിച്ചുള്ളതാണ്, ഓരോരുത്തരെയും കുറിച്ചുള്ളതാണ്. ഇപ്പം ഇതുവരെ ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് എന്തിനെക്കുറിച്ചാണ്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇരുന്നിട്ടും ഉണ്ടായിട്ടും നിങ്ങളറിയാതിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ചാണ്. നിങ്ങളെങ്ങനെയായിരിക്കുന്നത്? ഞാൻ ഭാവത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ കുട്ടപ്പനാണ്, ഗോപാലകൃഷ്ണനാണ്, നായരാണ്, ഈഴവനാണ്, ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്. ഈ അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളിരിക്കുന്നത്. ഇതൊന്നുമല്ല നിങ്ങൾ. അതാണ് ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യദ് ബ്രഹ്മ തത് ത്വമസി ഭാവയ
ആത്മനി, തന്നിൽ തന്നെ അതിനെ ഭാവന ചെയ്ത് ഞാൻ അതാണ് എന്ന് ബോധിച്ച് സ്വയം പ്രഖ്യാപിക്കണം. സോഹം സോഹം സഹ അഹം. അതാണ് ഞാൻ, അതാണ് ശിവം, മംഗളസ്വരൂപം. അതിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ശവമാകാതിരിക്കുന്നത്. അത് പിരിഞ്ഞാൽ എന്താ? ശവം. പിരിയാതിരിക്കുമ്പോൾ ശിവം. അതുകൊണ്ട് വേറൊരു മന്ത്രവും പറഞ്ഞിട്ടുണ്ട്, ശിവോഹം. ശിവോഹം ശിവോഹം ശിവോഹം. ശിവമെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ മംഗളസ്വരൂപം, ആ സാക്ഷി ചൈതന്യം, തന്നിലെ യഥാർത്ഥത്താൻ, യഥാർത്ഥ ഞാൻ അതാണെന്ന് ബോധിച്ച് സദാസമയത്തും ഈ മന്ത്രം നിങ്ങൾ മനസ്സുകൊണ്ട് ഉരുവിടണം. മറ്റുള്ള മന്ത്രങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപേക്ഷിക്കാം. സ്വാമി, ഞാൻ നാരായണ മന്ത്രമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അത് ചൊല്ലിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നാരായണ മന്ത്രം ചൊല്ലിയാൽ മോക്ഷം കിട്ടില്ല. ഞാൻ ശിവമന്ത്രമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, ചൊല്ലിക്കോളൂ. അത് നിങ്ങളെ ഏത് തരത്തിലുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ ആ മന്ത്രത്തെയും ആ ദേവതയെയും നിങ്ങൾ ഉപയോഗിക്കുന്നത്, അത് സംഭവിക്കും. ഏതുദ്ദേശത്തോടു കൂടിയാണോ ആ ദേവനെ നിങ്ങൾ ആ മന്ത്രത്തിലൂടെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, പ്രത്യക്ഷപ്പെടുത്താനൊക്കെ സാധിക്കും. ദേവതകളെയൊക്കെ പ്രത്യക്ഷപ്പെടുത്താനൊക്കെ സാധിക്കും. എന്തിന്? പെടുത്തണമെന്ന് ആഗ്രഹമില്ലാതിരിക്കുമ്പോൾ പോലും അർഹതയുള്ളവൻ്റെ മുമ്പിൽ ആ ദേവത പ്രത്യക്ഷമാകും. എനിക്കനുഭവമുണ്ട്. ദേവതകളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്, പ്രത്യക്ഷമായിട്ടുണ്ട്, കഴുത്തിൽ മിന്ന് കെട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. യദ്ഭാവോ തദ്ഭവതു. ആ നടിയുടെ കാര്യം പറഞ്ഞില്ലേ, സ്വീഡനിലെ നടിയുടെ കാര്യം. ഓ, എത്ര സുന്ദരിയാണ് നീ എന്ന് അയാൾ പറഞ്ഞപ്പോൾ അവളും അപ്പോഴാണ് ആ കണ്ണാടിയിലേക്ക് തൻ്റെ രൂപത്തെ നോക്കുന്നു. ഏയ്, ഞാൻ ഇത്ര സുന്ദരിയാണ്. അപ്പോൾ മുതൽ ആ സൗന്ദര്യത്തിലേക്ക് അവൾ വിലയിക്കാൻ തുടങ്ങി. ഷേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഡയറക്ടർ അവളെയും കൂട്ടിക്കൊണ്ടങ്ങ് പോയി സ്വീഡനിലെ ഏറ്റവും വലിയ നടിയായിട്ട് മാറി. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ശുദ്ധ സ്വരൂപമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് ബോധിച്ച് സദാ അതിലേക്ക് തന്നെ നിങ്ങൾ ഉയർന്നുയർന്ന് അതുമായിട്ട് ലയിക്കണം, ഒന്നാകണം. അതാണ് ആ യഥാ നദ്യ സ്യന്തമാനാഹ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. ഇതിൽ പരം ഉദാഹരണം വേറെ പറയാനില്ല. ഏത് പ്രകാരമാണോ ഒരു ഉപ്പുപരൽ വെള്ളത്തിലിട്ടാൽ ആ വെള്ളവുമായിട്ട് ഏകീഭവിക്കുന്നത്, എന്നാൽ അവിടെ ഉദാഹരണങ്ങൾ ശരിയാകുന്നില്ല. ആ ഉപ്പിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അതേസമയത്ത് സമുദ്രവുമായിട്ട് ചേർന്ന കരമന നദിയെ നമുക്ക് വേർപെടുത്തിയെടുക്കാൻ കഴിയില്ല. വെള്ളത്തിനെ വേർപെടുത്തിയെടുക്കാം, പക്ഷേ കരമന നദി നാമരൂപേ വിഹായ, നാമവും രൂപവും ഉപേക്ഷിച്ച് ആ സമുദ്രവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു. അതുപോലെ ഈ ശരീരത്തിലിരിക്കുമ്പോൾ ജാഗ്രത അവസ്ഥയിൽ നിങ്ങളിലുള്ള ഈ നാമത്തെയും രൂപത്തെയും ഉപേക്ഷിച്ച് ആ നാമരൂപരഹിതമായ ആ ചൈതന്യമാണ് സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ചൈതന്യമാണ് തൻ്റെ യഥാർത്ഥ ശരീരം എന്ന് ബോധിച്ച് തൻ്റെ ശ്രദ്ധയെ ആരാണോ അതിലേക്ക് തന്നെ ഉയർത്തി അതുമായിട്ട് യോജിപ്പിക്കണം. യോഗം അതിൽ സംഭവിക്കണം. ദറ്റ് ഈസ് കാൾഡ് യോഗ. അതാണ് ജീവാത്മ പരമാത്മനോരൈക്യം യോഗ. സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ ആകാശം
ഒന്നുമായിട്ടും യോജിക്കുന്നില്ല, ഒന്നുമായിട്ടും ചേരുന്നില്ല. അത്ര സൂക്ഷ്മമാണ് ആകാശം. അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യവും അതിസൂക്ഷ്മമാണ്. അതൊന്നുമായിട്ടും യോജിക്കുന്നില്ല. ഞാൻ മഹാഭാവിയാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ അറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ മോചിതരാകും. ജ്ഞാനാഗ്നിഹി സർവകർമാണി ഭസ്മസാത് കുരുതേ. ഈ ജ്ഞാനമാകുന്ന അഗ്നി നിങ്ങളിൽ ജ്വലിക്കുകയാണെങ്കിൽ ഇതപര്യന്തമുള്ള സർവ പാപ കർമ്മങ്ങളുടെയും ഫലം ഭസ്മമായി തീരും. ഒന്നും നിങ്ങൾക്ക് പിന്നെ അനുഭവിക്കേണ്ടതായിട്ടില്ല. ഈ ജീവിതത്തിൽ വെച്ച് തന്നെ നിങ്ങളെ നിങ്ങളുടെ യാഥാർത്ഥ്യവുമായിട്ട് ചേർത്ത് കഴിയുന്നു. അതുകൊണ്ടാണ് ഭഗവത്ഗീത എപ്പോഴും പറയുന്നത്, ആത്മാനം സതതം ജ്ഞാത്വ കാലം നയമഹാമതേ പ്രാരബ്ധമഖിലം ഭുഞ്ചൻ ന ഉദ്വേഗം കർത്തുമർഹസി. യാതൊരു ഉദ്വേഗവും വളർത്തേണ്ട കാര്യമില്ല. എന്ത് സംഭവിക്കും എന്ന തരത്തിലുള്ള ചിന്തയൊന്നും നിങ്ങളിൽ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ട്? ആത്മാനം സതതം ജ്ഞാത്വ കാലം നയമഹാമതേ. ഇനിയും കാലം ഒരുപാടുണ്ട്. ഇത് നമ്മൾ കേൾക്കുന്നു, ഇത് നമ്മൾ അറിയുന്നു, ആ ഭാവത്തിലേക്ക് മുറുകെ പിടിക്കുന്നു. എൻ്റെ സന്യാസമൊക്കെ ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. കിഴക്കേക്കോട്ടയിൽ വെച്ച് ഞാനിങ്ങനെ കേൾക്കുന്നു, ഒരു മഹാത്മാവ് ഹിമാലയത്തിൽ വരുന്നു, അദ്ദേഹം ശരീരം വെടിയാൻ തീരുമാനിച്ചിരിക്കുന്നു. 7 ദിവസം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെ ഗുഹയ്ക്കകത്ത് വെച്ച് ഭാഗവത സപ്താഹം നടത്തി. ആ ഭാഗവത സപ്താഹം കേട്ടുകൊണ്ടിരുന്നിട്ട് ശരീരം വെടിയാൻ തീരുമാനിച്ചിരിക്കുന്നു. ആരാ? പറക്കും സ്വാമി, ശിവാനന്ദ സ്വാമിയുടെ ശിഷ്യൻ വിഷ്ണുദേവാനന്ദ. ഞാൻ കിഴക്കേക്കോട്ട ഇങ്ങനെ വന്നു നിന്നപ്പോൾ ആ ഭാഗവത സപ്താഹം വായിക്കാൻ പോകുന്ന ഹരിഹര ചൈതന്യ എന്ന് പറയുന്ന ഒരു ബ്രഹ്മചാരി, അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞപ്പോൾ, ഈ കലിയുഗത്തിൽ 7 ദിവസം സപ്താഹം കേട്ട് ഒരു ഗുഹയ്ക്കകത്തിരുന്ന് ശരീരം വെടിയാൻ പോകുന്ന ഒരു മഹാത്മാവുണ്ടോ? ആരാണത്? അത് പറക്കും സ്വാമി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നത്, പറക്കും സ്വാമി. എന്നാൽ ഞാനും വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ, ഈ നമുക്കൊരവസരം കിട്ടുന്ന അവസരത്തിൽ അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. കാരണം ആ മാർഗത്തിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മാർഗത്തിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇതൊരു സന്ദർഭമാണ്. 7 ദിവസം സപ്താഹം നടത്തി ശരീരം വെടിയാൻ പോകുന്ന ഒരു അവസരം കിട്ടിയാൽ പോകാൻ പൈസയുമില്ല, കടും പട്ടിണിയിൽ ജീവിക്കുന്ന അവസരമാണ്. എവിടെ? ഹിമാലയത്തിൽ പോകണം കേൾക്കണമെങ്കിൽ. ഹിമാലയത്തിൽ പോകണമെങ്കിൽ അതിനാവശ്യമുള്ള വകുപ്പുകളൊക്കെ വേണം. ഒരു വകുപ്പും നമ്മുടെ കയ്യിലില്ല. ഭിക്ഷക്കാരനെ പോലെയാണ് ജീവിക്കുന്നത്. എങ്കിലും തീരുമാനമെടുത്തു, പോയി. അപ്പം യാത്ര, ഈ സാധാരണ നമ്മുടെ കൈലി ഉണ്ടല്ലോ, കാഷായത്തിലുള്ള കൈലി, അതാണ് ഉടുത്തിരുന്നത്. അതും ഉടുത്തോണ്ട് ഇങ്ങനെ ഹരിദ്വാറിൽ ഇങ്ങനെ കുട്ടപ്പനായിട്ടൊക്കെ നടന്ന് ഒരാശ്രമത്തിൽ ചെന്നുപെട്ടു. ഒരാശ്രമത്തിൽ ചെന്നുപെട്ട് നോക്കിയപ്പം ഒരു സ്വിറ്റ്സർലൻഡിലെ ഒരു വലിയ സ്വാമി, ഒരു മലയാളി സ്വാമി, അദ്ദേഹം ഗംഗയുടെ കരയ്ക്കകത്ത്, കരയോട് ഗംഗാ ജലത്തോട് ചേർന്നിരിക്കുന്ന ആശ്രമം, അതിനകത്താണ് ചെന്നുപെട്ടത്. അവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആധ്യാത്മികമായ വിഷയങ്ങളിലൊക്കെ നിരന്തര സ്വാധ്യായം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആധ്യാത്മിക വിഷയം എന്ത് കേട്ടാലും നമ്മൾ മറുപടി പറയും. അങ്ങനെ മറുപടി പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വർത്തമാനം ഒരുപാട് സംസാരിച്ച് അവസാനം പോകാനായിട്ട് യാത്ര പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ അദ്ദേഹം, സ്വാമി, ഞാനൊരു കാര്യം പറഞ്ഞാൽ സ്വാമി അനുസരിക്കുമോ? ഞാൻ പറഞ്ഞു, ഞാൻ സ്വാമിയൊന്നുമല്ല, ഈ കാഷായം എന്ന് പറയുന്ന കയ്യിൽ ഉടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് സാരമില്ല, ഞാനൊരു കാര്യം പറഞ്ഞാൽ
നിങ്ങളതനുസരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഈ ബ്രഹ്മചാരിയുണ്ട്, കൂടെ വന്ന ഒരുപാട് പേരുണ്ട്, എല്ലാവരുടെയും നടുക്ക് വെച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അനുസരിക്കാൻ മാത്രമേ അറിയാവൂ, വേറൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെപ്പോലുള്ള ഒരു മഹാത്മാവ് പറയുന്ന അനുസരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അനുസരിക്കും എന്ന് പറഞ്ഞു. എങ്കിൽ നിങ്ങൾ ഈ കാഷായം ഉടുത്തിരിക്കുന്നത് വിധിപ്രകാരമല്ല, നിങ്ങൾ ഈ ഉടുത്തിരിക്കുന്ന കാഷായം മാറ്റി ഇന്ന് വെള്ള വസ്ത്രം ധരിക്കണം. എൻ്റെ ചങ്ക് പടഞ്ഞു പോയി, എല്ലാവരും സ്തംഭിച്ചു പോയി. എന്തു പറയുന്നു? ഒരു നിമിഷം അങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ശരി, ഇന്ന് രാത്രിയിൽ ഈ കൈലി മാറ്റിയിട്ട് വെള്ള വസ്ത്രം ധരിക്കുന്നതായിരിക്കും എന്ന് അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഗംഗാനദിയുടെ കരയിലുള്ള ആശ്രമത്തിൽ നിന്ന്, അന്ന് താമസിക്കുന്നത് അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് ഹരിദ്വാരിൽ, മലയാളികളൊക്കെ താമസിക്കുന്നത് മിക്കവാറും അവിടെയാണ്. അവിടെ വന്നു, ആരും ഒന്നും പറയുന്നില്ല, എല്ലാവരും നടുങ്ങിപ്പോയി. അപ്പോൾ കൂടെയുള്ള ആളുകളൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു, അത് നമുക്ക് എവിടുന്നെങ്കിലും സന്യാസം വാങ്ങിക്കാം, കാഷായ വസ്ത്രം വാങ്ങിക്കാം എന്നൊക്കെ ആശ്വസിപ്പിക്കുന്നു. ഞാനതൊന്നും കേൾക്കുന്നില്ല. ഞാൻ ആ നടുക്കത്തിൽ തന്നെ നിൽക്കുകയാണ്. ഹരിദ്വാരിൽ വന്നു. വൈകുന്നേരമായപ്പോൾ അതിഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റും ഇടിയും മഴയും, വൃക്ഷങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നു, കറണ്ട് പോകുന്നു, ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീഴുന്നു, സർവ്വ വാഹനങ്ങളും നിൽക്കുന്നു. ഞാൻ ആ കൊടും മഴയത്ത് ഹരിദ്വാർ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ആ മഴയത്തിറങ്ങി നടക്കുന്നു. എന്തിനാണ്? വെള്ള വസ്ത്രം വാങ്ങിക്കുന്നതിന് വേണ്ടി. എൻ്റെ ഉള്ളിൽ എന്തും മാത്രം കൊടുങ്കാറ്റുണ്ടായിരുന്നു, അത് മുഴുവനും വെളിയിൽ വീശിയടിക്കുകയാണ്. ഒരൊറ്റ കട തുറന്നിട്ടില്ല, എല്ലാം അടച്ചിരിക്കുകയാണ്, അത്ര വലിയ കൊടുങ്കാറ്റ്. അവസാനം നടന്ന് മഴ നനഞ്ഞുകൊണ്ട് നോക്കിയപ്പോൾ ഒരു ഖദർ സ്റ്റോർ കണ്ടു, അടിച്ചു തുറന്നു. അവിടെ ചെന്ന് ആ വെളിയിൽ നിന്ന് അടിയോട് അടിയടിച്ചു. ഈ കൊടുങ്കാറ്റും മഴയും കാരണം എല്ലാം പൂട്ടി. അടിച്ചു തുറന്ന് ആ രാത്രിയിൽ തന്നെ വെള്ള വസ്ത്രം അവിടുന്ന് വാങ്ങിച്ചു. തിരിച്ച് വന്ന് പിറ്റേ ദിവസം വെളുപ്പിന് 3:30 മണിക്ക് ഗംഗയിൽ ആ ഉടുത്തിരുന്ന കൈലി കളഞ്ഞിട്ട് വെള്ള വസ്ത്രം ധരിച്ചു. വെള്ള വസ്ത്രം ധരിച്ച് തിരിച്ച് അയ്യപ്പ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഫോൺ വരുന്നു. എവിടുന്ന്? ഹിമാലയത്തിൽ നിന്ന് ഫോൺ വരുന്നു. നിങ്ങളെ കൊണ്ടുപോകുന്നതിനുള്ള വാഹനം അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, അയ്യപ്പ ക്ഷേത്രത്തിൽ അയച്ചിട്ടുണ്ട്. ആ വാഹനത്തിൽ നിങ്ങൾ ആശ്രമത്തിലെത്തുക എന്ന് പറഞ്ഞാൽ ഭാഗവത സപ്താഹം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്രഹ്മചാരിയെയും സംഘത്തെയും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് വരുന്നു. നമ്മൾ സംഘത്തിൽപ്പെട്ട ഒരു അശ്വമാണ്. നമ്മൾ പോകുന്നത് എന്തിനാണ്? ഈ സമയത്ത് ശരീരം വെടിയുന്ന ആ ആളിനെ കാണുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ആ വാഹനത്തിൽ വെള്ളവസ്ത്രധാരിയായിട്ട് ഹിമാലയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഹിമാലയത്തിലേക്ക് ഗംഗോത്രിയിലെത്തി ഭഗീരഥൻ തപസ് ചെയ്ത സ്ഥലവും കഴിഞ്ഞ് മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ സംഘം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന എനിക്കൊരു ദർശനമുണ്ടാകുന്നു. ഞാൻ ഈ ശരീരം മാറി ഒരു ഭിക്ഷാപാത്രമായിട്ട് മാറുന്നു. ആ ഭിക്ഷാപാത്രത്തിലേക്ക് കാഷായ വസ്ത്രം വന്നു വീഴുന്നു. അതാണ് ദർശനം. ഈ ശരീരം ഭിക്ഷാപാത്രമായിട്ട് മാറുന്നു, അതിൽ 2 കാഷായ വസ്ത്രങ്ങൾ വന്നു വീഴുന്നു. അപ്പോൾ ആത്മഗതത്തിൽ ഞാൻ പറയുന്നു, സന്യാസത്തിനുള്ള സമയമായി. സത്യം. അപ്പോൾ കൂടെ നിന്നയാൾ എന്നോട് ചോദിക്കുന്നു, സന്യാസം സ്വീകരിച്ചില്ലേ? ഇതുവരെ സന്യാസം വാങ്ങിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു, സന്യാസം വാങ്ങിച്ചിട്ടില്ല. എങ്കിൽ ഇപ്പോൾ സന്യാസം സ്വീകരിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചുമ്മാ ഇരിക്കുക. അല്ല, ഇപ്പോൾ നിങ്ങൾ സന്യാസം സ്വീകരിക്കണം, ഇതിനി മാറ്റമില്ല.
അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ ഒരു കണ്ടീഷൻ, നമ്മുടെ കൂടെ വരുന്ന ആ ബ്രഹ്മചാരി അറിയാൻ പാടില്ല. ഒരു കണ്ടീഷൻ, നമ്മുടെ ഭാഗവതം വായിക്കാൻ വരുന്ന ആ സന്യാസി അറിയാൻ പാടില്ല. കാരണം എന്താ, അറിഞ്ഞാൽ അത് മുടക്കും എന്ന് നമുക്കറിയാം. അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ഞാൻ കണ്ടീഷൻ വെച്ചു, ഇത് യാതൊരു കാരണവശാലും അദ്ദേഹം അറിയാൻ പാടില്ല. സമ്മതിച്ചു. ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവിടെ വച്ച് സന്യാസത്തിൻ്റെ സമ്മതം എന്നിൽ നിന്ന് അദ്ദേഹം കൊണ്ടുപോയി. ആ നിമിഷം ആ സന്യാസം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആരുടെയെങ്കിലും അനുവാദമായ അങ്ങനത്തെ ചിന്ത ശങ്കരാചാര്യ സ്വാമികൾ സന്യാസം വാങ്ങിക്കുന്നതിന് വേണ്ടി അമ്മയിൽ നിന്ന് അനുവാദം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കഥകളൊക്കെ നിങ്ങൾക്കറിയാം. അതൊക്കെ ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും ഓരോന്നാണ്. നമുക്കാരിൽ നിന്നും അനുവാദമൊന്നും വാങ്ങേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ സപ്താഹം തുടങ്ങി. സപ്താഹം തുടങ്ങുന്നതിന് മുമ്പ് പിറ്റേ ദിവസം ആകാശത്തിൽ ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ ഗുരു, ഞാൻ ആദ്യം കണ്ടിട്ടില്ല ഇതുവരെ, അദ്ദേഹം ഹെലികോപ്റ്ററിൽ മുകളിൽ വന്ന് കറങ്ങുന്നു. അപ്പോഴാണ് പറയുന്നത്, നമ്മുടെ ഗുരു വന്നിരിക്കുകയാണ്. ഞാൻ ആകാശത്തേക്ക് നോക്കി, വിമാനമാണ്, ഹെലികോപ്റ്ററാണ് കാണുന്നത്, നമ്മുടെ ഗുരു അതിനകത്തുണ്ട്. അദ്ദേഹമാണ് ശരീരം വെടിയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് സന്യാസം സ്വീകരിക്കാനുള്ളതെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. സന്യാസം ഉറപ്പിച്ചു കഴിഞ്ഞു. ആ കൂടെ വന്നയാൾ ഈ ഗുരുവിൻ്റെ സഹോദരനാണ്. ഈ സഹോദരൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? തിരുവനന്തപുരത്ത് വെച്ച് 4 കോറ വസ്ത്രങ്ങൾ. എന്നോടൊപ്പം വേറൊരു സന്യാസിയും വന്നു, വേറൊരു ബ്രഹ്മചാരിയും ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ബ്രഹ്മചാരിയും എന്നോടൊപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗുരുവിൻ്റെ അനുജൻ, അദ്ദേഹം ബോംബെയിലാണ് താമസിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്ന് 4 കോറ വസ്ത്രങ്ങൾ വാങ്ങിച്ച് വെളുപ്പിച്ച് അതിനെ ഡൈ ചെയ്ത് കാഷായ വസ്ത്രമാക്കി 4 കാഷായ വസ്ത്രങ്ങൾ ആ സഞ്ചിയിൽ അദ്ദേഹം തൂക്കി പിടിച്ചിരിക്കുന്നു. ഒന്നും നമുക്കറിഞ്ഞുകൂടാ. നോക്കൂ, വഴിയിൽ വെച്ച് എൻ്റെ വെള്ളവസ്ത്രം കയ്യിൽ ഊരിക്കളഞ്ഞിട്ട് വെള്ളവസ്ത്രം ധരിപ്പിച്ച് വിട്ടിരിക്കുന്നു. ഇതൊക്കെ പ്രകൃതി നടത്തുന്ന കാര്യങ്ങളാണ്. എന്തെല്ലാമാണോ നമുക്ക് സംഭവിക്കേണ്ടതായിട്ടുള്ളത് അത് നമ്മുടെ യാതൊരു അനുവാദവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കും. പിറ്റേ ദിവസം അദ്ദേഹം വരുന്നു. 7 ദിവസം സപ്താഹം നടക്കുന്നു. 7-ാം ദിവസം സന്യാസത്തിൻ്റേതായിട്ടുള്ള സർവ്വ ചടങ്ങുകളോടും കൂടി ആ ഗംഗോത്രിയിൽ വച്ച് നമ്മുടെ സന്യാസം, എൻ്റെയും എന്നോടൊപ്പം സഞ്ചരിച്ച രാധാകൃഷ്ണ ബ്രഹ്മചാരിയുടെയും. അദ്ദേഹം ഒന്നും അറിയുന്നില്ല. അതാണ് സംസർഗജാ ദോഷ ഗുണോ ഭവന്തി എന്ന് പറയുന്നില്ലേ? ആ സംസർഗം കൊണ്ട് അദ്ദേഹത്തിനും ആ സന്യാസം കിട്ടി. അങ്ങനെ നമ്മൾ ദുർഗാനന്ദ സരസ്വതിയായി, അദ്ദേഹം രാജേശ്വരാനന്ദ സരസ്വതിയായി. അദ്ദേഹം ഇപ്പോൾ ഗുരുവായൂരിലാണ് കഴിയുന്നത്. അങ്ങനെ 2 പേരും സന്യാസികളായി. അതാണ് നമ്മുടെ സന്യാസത്തിൻ്റെ ആരംഭം. അപ്പോൾ അതിനു മുൻപ് നമ്മൾ അതിന് പാകപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇത് 1991 64 മുതൽ നമ്മൾ സ്വാധ്യായത്തിലാണ്. ഈ മാർഗത്തിൽ ഒരു നിമിഷം പോലും മാറ്റിവെക്കാതെ ഈ മാർഗത്തിൽ നിരന്തരമായിട്ട് സ്വാധ്യായം നടത്തിയതിൻ്റെ ഫലമായിട്ട് ദൈവികമായിട്ട് സംഭവിച്ചതാണ്. അതിനു മുൻപ് അതിപ്പോൾ പറയണ്ട. മുരുക. അപ്പോൾ എന്താണോ ഒരാളിന് സംഭവിക്കേണ്ടതായിട്ടുള്ളത് അത് കൃത്യമായിട്ടും സംഭവിച്ചിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരം നിങ്ങൾക്ക് കിട്ടാനുള്ള വിധിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ തന്നെ അതിനെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണം, ഉയർത്തണം. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ
മുരുക.